Good afternoon, all. Good afternoon, Miss. Good afternoon, Miss. Good afternoon, Miss. Good afternoon, Miss. Okay, അപ്പൊ നമ്മള് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങള് വായിച്ചു നോക്കിയായിരുന്നോ? കുറച്ച് ഭാഗം നമ്മൾ എടുത്തു അല്ലേ? സ്റ്റാഫ് ഡെവലപ്മെന്റ് ഒക്കെ കഴിഞ്ഞു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? വായിച്ചു നോക്കിയായിരുന്നോ? എന്തെങ്കിലും ഡൗട്ടുകൾ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നോ? നമ്മൾ എവിടെ വരെയായിരുന്നു നിർത്തിയേക്കുന്നത്? നഴ്സിംഗ് ഹയറാർക്കി ആൻഡ് ഫങ്ഷൻസ് സ്റ്റാർട്ട് ചെയ്തില്ലേ? നഴ്സിംഗ് ഡയറക്ടർ വരെയാണെന്നോ അല്ലേ? നഴ്സിംഗ് ഡയറക്ടറിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി വരില്ലേ? Yes, Miss. ഓക്കെ. Miss, ഒരു ഡൗട്ട് ഉണ്ട്. ആ ചോദിച്ചോളൂ. മിസ്, സ്റ്റാഫ് ഡെവലപ്മെന്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാമോ? സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം അവിടെ ഒരു അല്ലേ, അവിടെ ഒരു പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. Staff development എന്ന് പറയുന്നത് ഒരു പ്രോസസ് which is directed towards the personal as well as the professional growth of a nurse and other staff while they are employed by the health care. അതായത് ജീവനക്കാരനെ, അത് ഏത് ജീവനക്കാരനായിക്കോട്ടെ, നഴ്സ് ആണെങ്കിലും അതല്ലെങ്കിൽ അവിടെയുള്ള മറ്റ് ജീവനക്കാരുടെ ആണെങ്കിലും അവരെന്താണ് അതായത് അവർ ഏത് ജോലിയാണോ ആ ജോലിയുമായി ബന്ധപ്പെട്ട് വരുന്ന തൊഴിലവസരങ്ങളിൽ അവരുടെ ഗ്രോത്ത്, അതായത് വികസിപ്പിക്കാനായിട്ട് നാച്ചുറലി അവര് നമുക്കറിയാം അക്കാദമിക് ക്വാളിഫിക്കേഷനോട് കൂടിയിട്ടായിരിക്കും നമ്മളെല്ലാവരും അപ്പോയിന്റ്മെന്റ്സ് കിട്ടുന്നത് അല്ലെ. അതിനോടൊപ്പം തന്നെ ചെറിയ തരത്തിലുള്ള ട്രെയിനിങ് ഒക്കെ കിട്ടുമ്പോൾ അവർക്ക് എന്താ കൂടുതലായിട്ട് കിട്ടുക? എന്തെങ്കിലും അറിവും സ്കില്ലും അവർക്ക് നേടിയെടുക്കാൻ സാധിക്കില്ലേ? ഒരു ട്രെയിനിങ് അഡീഷൻ ആയിട്ട് കിട്ടുമ്പോ ഉണ്ടാവില്ലേ? ഇല്ലേ? ഓക്കെ. അപ്പൊ അത്തരത്തില് അവർക്ക് അഡീഷണൽ ആയിട്ട് നേടിയെടുക്കാൻ പറ്റുന്ന നോളജ് അല്ലെങ്കിൽ സ്കില്ല്, അതിനെയാണ് സ്റ്റാഫ് ഡെവലപ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നോക്കാം എന്താണ് പറയുന്നത്. റെഫേഴ്സ് ടു ഓൾ ദ ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് എൻഹാൻസ് It refers to all the training and education provided to enhance the job-related and personal knowledge, skills and mentalities of vested employees. അപ്പോൾ എന്താണ് ഒരു ട്രെയിനിങ് നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അവര് ആ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഏതൊരു പേഴ്സൺ ആണെങ്കിലും അവർക്ക് അതുമായി ബന്ധപ്പെട്ട കുറച്ചും കൂടി അറിവും ഒരു എക്സ്പീരിയൻസ് അല്ലെ, ഒരു ആ കഴിവുമായി ബന്ധപ്പെട്ട ഒരു എക്സ്പീരിയൻസ് ഒക്കെ അവർക്ക് അഡീഷണൽ ആയിട്ട്. അപ്പൊ നമുക്കറിയാം മെന്റലി അവർ ഇച്ചിരി കൂടി അതിനോട് സൂട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. അവർക്ക് പേടിയൊന്നും ഉണ്ടാവില്ല അല്ലേ. അത്തരത്തിലുള്ള പ്രവർത്തനമാണ്, അത്തരത്തിലുള്ള ഒരു പ്രക്രിയയാണ് സ്റ്റാഫ് ഡെവലപ്മെന്റ് പ്രോസസ്സിൽ നടക്കുന്നത്. ക്ലിയർ ആയോ? ആണോ? ഹലോ, ക്ലിയർ ആണോ? ഓക്കെ. ഇനി എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? കേളോ, ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ. നമ്മൾ പലതരത്തിലുള്ള ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നു എന്ന് പറഞ്ഞു. ജോബിനോടൊപ്പം തന്നെയുള്ള ട്രെയിനിങ് ഉണ്ട്. അതേമാതിരി തന്നെ അല്ലെ, നമുക്ക് നേരത്തെ കൂട്ടിയിട്ടുള്ള സർവീസ് മൈൻഡഡ് ആയിട്ടുള്ള ഏജൻസികൾ കൊടുക്കുന്ന ട്രെയിനിങ് ഉണ്ട്. എംപ്ലോയർ എംപ്ലോയിക്ക് നേരത്തെ കൂട്ടി ഉത്തരവാദിത്ത ബോധത്തോട് കൂടിയിട്ട് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ദെൻ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ, അതായത് അവര് അക്കാദമിക് ക്വാളിഫിക്കേഷനോടൊപ്പം തന്നെ ഇന്റേൺഷിപ്പ് പോലെയുള്ള ട്രെയിനിങ് ഒക്കെ നേടിയെടുക്കുന്നുണ്ട്. എന്തായാലും തീർച്ചയായിട്ടും ഇതിൽ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് എന്താണ്, അവർ പഠിച്ചിരിക്കുന്നത് ഏതാണോ അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ചും കൂടി നോളജും സ്കില്ലും ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് എന്താണ് നമ്മുടെ ഇതില് പ്രധാനമായിട്ട് സ്റ്റാഫ് ഡെവലപ്മെന്റില് നടക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? കണ്ടിന്യൂ ചെയ്തോട്ടെ. നമ്മളിപ്പോ നഴ്സിംഗ് ഹൈറാർക്കിയാണ് പറഞ്ഞു നിർത്തിയത്.
നഴ്സിംഗ് ഹൈറാർക്കിയിലെ ഫസ്റ്റ് നഴ്സിംഗ് ഡയറക്ടറിന്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ അല്ലേ? ദെൻ നമുക്ക് നെക്സ്റ്റ് നോക്കാം, നഴ്സിംഗ് സൂപ്രണ്ടന്റ്. നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, കഴിഞ്ഞ ക്ലാസ്സിൽ പ്രത്യേകമായിട്ട് എടുത്ത് പറഞ്ഞിരുന്നു ആ ഒരു ഹൈറാർക്കി ഏതാണ് ഏറ്റവും ടോപ്പില്, അത് തന്നെ അങ്ങനെ തന്നെ താഴേക്ക് പോകുന്ന ആ ഓരോ എംപ്ലോയീസിന്റെയും ആ ഒരു സ്റ്റാറ്റസ് അത് അങ്ങനെ തന്നെ പഠിച്ച് വയ്ക്കണമെന്ന് പറഞ്ഞിരുന്നു. കാരണം ആ ഒരു ഹൈറാർക്കി സിസ്റ്റം എപ്പോഴും ഓർഡർ കറക്റ്റ് ആയിരിക്കണം അല്ലെ. ഇപ്പൊ നഴ്സിംഗ് ഡയറക്ടറിന്റെ കീഴിലാണ് നഴ്സിംഗ് സൂപ്രണ്ടന്റ് വരുന്നത്, ദെൻ അദ്ദേഹത്തിന് കീഴിലാണ് ദെൻ നഴ്സിംഗ് സൂപ്പർവൈസർ, ദെൻ നഴ്സിംഗ് ഇൻചാർജ്, ദെൻ സ്റ്റാഫ് നഴ്സ്, നഴ്സിംഗ് അസിസ്റ്റന്റ്. ഏതൊരു ഹോസ്പിറ്റലിലും ഇത്തരത്തിൽ സേവനം ചെയ്യുന്ന നഴ്സുമാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏറ്റവും ടോപ്പിലെ ഡയറക്ടറാണ് സൂപ്രണ്ടന്റ്, ദെൻ സൂപ്പർവൈസർ, ഇൻചാർജ്, ദെൻ സ്റ്റാഫ് നഴ്സ്, ദെൻ അസിസ്റ്റന്റ് അല്ലെ. അതാണ് ആ ഒരു ഹൈറാർക്കി സിസ്റ്റത്തിൽ പറയുന്നത്. നമുക്കറിയാം ഈ നെക്സ്റ്റ് അല്ലെ നമുക്ക് പഠിക്കാനുള്ളത് നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. അപ്പൊ ആരുടെ കീഴിലാണ് അദ്ദേഹം വരുന്നത്? നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി പഠിച്ചു പോവുക. ആരുടെ കീഴിലാണ് വരുന്നത്? ഹലോ, ആരുടെ കീഴിലാണ് നമ്മുടെ നഴ്സിംഗ് സൂപ്രണ്ടന്റ് വരുന്നത്? ആരുമില്ലേ? ഓക്കെ, ഡയറക്ടറിന്റെ കീഴിൽ. അപ്പൊ ഡയറക്ടറിന്റെ കീഴിലാണ് നഴ്സിംഗ് സൂപ്രണ്ടന്റ് വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഡയറക്ടർ ആയിരിക്കും അല്ലെ അദ്ദേഹത്തിന് മേലധികാരി പറയാനായിട്ട് തീർച്ചയായിട്ടും അല്ലെ അതിന്റെ താഴെയുള്ള കീഴ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ സൂപ്രണ്ടന്റ് തയ്യാറാവും. അപ്പൊ ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് അദ്ദേഹത്തിനെ റെസ്പെക്ട് ചെയ്യുക അല്ലെ, അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ നീതിയോടുകൂടി നിർവഹിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കറിയാം എന്താണ് നഴ്സിംഗ് ഡയറക്ടറിന്റെ അണ്ടറിലാണ് നഴ്സിംഗ് സൂപ്രണ്ടന്റ് വരുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്ന മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം അതാണ്, അദ്ദേഹത്തിന് കീഴിലായതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം അനുസരിക്കേണ്ടതായിട്ട് വരും. നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആക്ട് ആസ് ദ സെക്കൻഡ് കമാൻഡ് ഇൻ ദ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ. അപ്പൊ നമുക്കറിയാം സെക്കൻഡ് കമാൻഡ് എന്നുള്ള വിങ് അല്ലെ അത് പ്രധാനമായിട്ടും നടപ്പാക്കുന്നത് തീർച്ചയായിട്ടും നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. അദ്ദേഹത്തിനാണ് ആ അധികാരം എന്തായാലും പ്രധാനമായിട്ടുള്ളത്. അതായത് നഴ്സിംഗ് കമാൻഡ് അല്ലെ സെക്കൻഡ് കമാൻഡ് പവർ ഉള്ള ഒരു വ്യക്തിത്വം അല്ലെ അത് ആർക്കാണ്? നഴ്സിംഗ് സൂപ്രണ്ടന്റിനാണ്. നെക്സ്റ്റ് നോക്കുക, ഹി ഓർ ഷീ വിൽ ബി ഹെൽഡ് റെസ്പോൺസിബിൾ ഫോർ എ മാനേജ്മെന്റ് ആൻഡ് സൂപ്പർവിഷൻ ഓഫ് നഴ്സിംഗ് സർവീസസ് ഓഫ് ദ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ. അപ്പൊ വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റ് അല്ലെ നമ്മുടെ വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകളിലെല്ലാം തന്നെയുള്ള നഴ്സിംഗ് സർവീസിനുള്ള എല്ലാ സ്റ്റാഫുകൾക്കെല്ലാം അവരെല്ലാം സൂപ്പർവൈസ് ചെയ്യുന്നത് മേലുദ്യോഗസ്ഥനായിട്ട് എന്താണ് അവരെ മേൽനോട്ടം നിർവഹിക്കുക അല്ലെങ്കിൽ അവരെല്ലാം മാനേജ് ചെയ്യുക എന്ന പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം അതിൽ ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്? നഴ്സിംഗ് സൂപ്രണ്ടന്റിന്റെ കയ്യിൽ. ഓക്കെ, നഴ്സിംഗ് സൂപ്രണ്ടന്റ് എന്ന് പറയുന്നത് he or she will be held responsible for management and supervision അല്ലെ, അവരെ മാനേജ് ചെയ്യുക, അവിടെ വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റിലെല്ലാം തന്നെ വർക്ക് ചെയ്യുന്ന നഴ്സുമാരെ മാനേജ് ചെയ്യുകയും അവരെ സൂപ്പർവൈസ് ചെയ്യുക. നമുക്കറിയാം നേതൃത്വ നിരയിലുള്ളത് കൊണ്ട് തന്നെ അവരെ മേൽനോട്ടം നിർവഹിക്കുക എന്ന ഡ്യൂട്ടി കൂടി ആർക്കുണ്ട്? നഴ്സിംഗ് സൂപ്രണ്ടന്റിനുണ്ട്. നെക്സ്റ്റ് നോക്കാം, ഇൻ ഓൾ ഏരിയ ഓഫ് ദ നഴ്സിംഗ് ആക്ടിവിറ്റി he or she will helping the nurse director and act as a director in the absence of the nursing director. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഡയറക്ടറിന്റെ കീഴിലായതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്ന റെസ്പോൺസിബിലിറ്റി അല്ലെ എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അത്തരം കാര്യങ്ങളെല്ലാം നിർവഹിക്കേണ്ടത് നഴ്സിംഗ് സൂപ്രണ്ടന്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതോടൊപ്പം തന്നെ ഇൻ കേസ് ഡയറക്ടർ ഇല്ല അല്ലെ, എന്തെങ്കിലും ഒരു മീറ്റിംഗ് ഒക്കെ വിളിച്ചു കൂട്ടിയപ്പോൾ ഡയറക്ടറിന്റെ അഭാവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വേക്കന്റിൽ ആര് പങ്കെടുക്കേണ്ടതായിട്ട് വരും? നഴ്സിംഗ് ഡയറക്ടർ ഇല്ല, ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയൊക്കെയാണ്. അപ്പൊ ഡയറക്ടർ ഇല്ല എങ്കിൽ ആ പൊസിഷനിൽ ആര് നിർവഹിക്കേണ്ടതായിട്ട് വരും? സൂപ്രണ്ടന്റ് അല്ലെ, അദ്ദേഹത്തിന്റെ സാമീപ്യമായിരിക്കും അവിടെ ആവശ്യമായിട്ട് വരിക. നമുക്ക് മനസ്സിലായി കാണും ഡയറക്ടർ എന്താണോ അദ്ദേഹത്തിനോട് ആജ്ഞാപിക്കുന്നത് അത് നിർവഹിക്കേണ്ടത് സൂപ്രണ്ടന്റ് ആണ്. ഡയറക്ടറിന്റെ അഭാവത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ആബ്സെൻസിൽ എന്താണ് തീർച്ചയായിട്ടും നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ് ആ ഒരു പ്രത്യേകമായിട്ടുള്ള ഡ്യൂട്ടി കൈകാര്യം ചെയ്യേണ്ടത്. അത് മാത്രമല്ല എല്ലാ ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാ നഴ്സുമാരുടെയും മേൽനോട്ടവും മാനേജ്മെന്റ് അല്ലെ എല്ലാ ക്രമീകരണങ്ങളൊക്കെ നടത്തുന്നത് ആരാണ്? നമ്മുടെ നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണോ? സെക്കൻഡ് കമാൻഡർ ഓഫ് അല്ലെ നഴ്സിംഗ് ഫീൽഡിലുള്ള സെക്കൻഡ് കമാൻഡർ ആരാന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്? നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണോ? പാരഗ്രാഫ് ഓക്കെ ആണോ? ക്ലിയർ ആണ്.
നെക്സ്റ്റ് നമുക്ക് നോക്കാം ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. അപ്പൊ നമ്മൾ കണ്ട ഡ്യൂട്ടീസ് ഒക്കെ തന്നെയാണ്, എന്നാലും ഓരോന്ന് നമുക്ക് നോക്കാം. He or she will help the nursing director on his work. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഡയറക്ടറിന്റെ അല്ലെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക, അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്യുക എന്ന പ്രധാന ഡ്യൂട്ടി സൂപ്രണ്ടന്റിന്റെയാണ്. Then accountable for master rotation of nurses. നമുക്കറിയാം അവിടെ ഒത്തിരി നഴ്സുമാരുണ്ട് അല്ലെ, ഏതൊരു ഹോസ്പിറ്റലാണെങ്കിലും വ്യത്യസ്ത ലെവൽ ഒരു ഡിപ്പാർട്ട്മെന്റിൽ എല്ലാം തന്നെ സേവനം ചെയ്യുന്ന നഴ്സുമാരെ കാണാം. അപ്പൊ അവരുടെയൊക്കെ റൊട്ടേഷൻ അല്ലെ, ഇവരുടെയൊക്കെ ഷിഫ്റ്റ് സമയങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കും അല്ലെ, ഓരോ ഡ്യൂട്ടി ഓരോ സമയങ്ങളൊക്കെ അവർക്ക് അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അതിനുള്ള ഉത്തരവാദിത്തപ്പെട്ട അല്ലെ അക്കൗണ്ടബിൾ ഫോർ മാസ്റ്റർ റൊട്ടേഷൻ ആര് തന്നെയാണ്, നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. Then check and confirm the duty roster of a staff nurse prepared by a nursing in charge. നമുക്കറിയാം ഇത് പ്രിപ്പയർ ചെയ്യുന്നത് നഴ്സിംഗ് ഇൻചാർജിലുള്ള ഒരു പേഴ്സൺ ആണ് അല്ലെ, നഴ്സിംഗ് ഇൻചാർജിലുള്ള നഴ്സാണ് ഈ ഡ്യൂട്ടി റോസ്റ്റർ ഒക്കെ, അതായത് ഡ്യൂട്ടികളൊക്കെ ഓരോ ദിവസത്തേക്ക് ഡ്യൂട്ടി ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നവരാണ്. അത് കൺഫേം ചെയ്യുന്നത് സ്ഥിരീകരിക്കുന്നത് നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. ക്ലിയർ ആയോ? ചെക്ക് ആൻഡ് കൺഫേം ദ ഡ്യൂട്ടി റോസ്റ്റർ ഓഫ് സ്റ്റാഫ് നഴ്സ് പ്രിപ്പയർഡ് ബൈ നഴ്സിംഗ് ഇൻചാർജ്. നഴ്സിംഗ് ഇൻചാർജ് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന എന്താണ് സ്റ്റാഫ് നഴ്സിന്റെ ഡ്യൂട്ടി റോസ്റ്റർ സ്ഥിരീകരിക്കുന്നത് ആരാണ്? ലാസ്റ്റ് അവർ ആണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് നിങ്ങൾ മെസ്സേജ് ഒക്കെ വിടുക, അല്ലെങ്കിൽ ഇവിടെ വിട്ടു. ഓക്കെ, നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. Accountable to receive report from the night supervisor. നൈറ്റ് സൂപ്പർവൈസറിന്റെ റിപ്പോർട്ട് അല്ലെ, അദ്ദേഹം സാധാരണ നമുക്കറിയാം നൈറ്റിൽ സൂപ്പർവൈസർ അദ്ദേഹം റിപ്പോർട്ടുകളൊക്കെ തയ്യാറാക്കേണ്ടതുണ്ട്. അതിന്റെ അല്ലെ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട ചുമതല നഴ്സിംഗ് സൂപ്രണ്ടന്റിന്റെയാണ്. നമുക്കറിയാം സൂപ്പർവൈസർ ചെയ്താലും മേലധികാരിയായിട്ട് അതിന് മേൽനോട്ടം വഹിക്കുന്നത് സൂപ്രണ്ടന്റ് ആണ്. Then organize the staff meeting regularly. അതായത് റെഗുലർ ആയിട്ട് സ്റ്റാഫ് മീറ്റിംഗ് ഒക്കെ വിളിച്ചു കൂട്ടുക എന്നുള്ളത് ആര് തന്നെയാണ്? നഴ്സിംഗ് സൂപ്രണ്ടന്റിന്റെ ഡ്യൂട്ടിയാണ്. Then keep the record of staff statistics in connected with the education program. സ്പീഡ് കൂടുന്നുണ്ടോ? പതിയെ പോണോ? നോടെ നിങ്ങൾ വായിച്ചു നോക്കാം. പതിയെ പോയാൽ മതി. സ്പീഡിൽ ഊഹിക്കുകയും ചിലപ്പോൾ ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ എത്ര ഡ്യൂട്ടീസ് നമ്മൾ പറഞ്ഞു, ഡിസ്കസ് ചെയ്തു? അഞ്ച് ഡ്യൂട്ടീസ് പറഞ്ഞു. സ്പീഡില്ല. ചിലർക്കൊക്കെ ആയിരിക്കും, ചിലർക്ക് ഈ പറഞ്ഞോളം ടെക്സ്റ്റ് ബുക്ക് ഒക്കെ അവൈലബിൾ അല്ല എങ്കിൽ സ്പീഡായിട്ട് തോന്നുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ സ്പീഡ് കൂടി വരുമ്പോ തന്നെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്നത്. ഓക്കെ, അഞ്ചെണ്ണം നമ്മൾ പറഞ്ഞു അല്ലെ. എന്തൊക്കെ നമ്മൾ പറഞ്ഞു? പ്രധാനമായിട്ടും അദ്ദേഹമാണ് എന്താണ് നഴ്സിംഗ് ഡയറക്ടറിന്റെ അഭാവത്തിൽ വരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഡ്യൂട്ടി ഉണ്ട്. then എന്താണ് നൈറ്റ് സൂപ്പർവൈസറിന്റെ റിപ്പോർട്ട് അല്ലെ, അദ്ദേഹമാണ്. then വീണ്ടും എന്താണ് സ്റ്റാഫ് മീറ്റിംഗ് ഒക്കെ റെഗുലർ ആയിട്ട് വിളിച്ചു കൂട്ടുന്നത് നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. നെക്സ്റ്റ് നോക്കാം. കീപ് ദ റെക്കോർഡ് ഓഫ് സ്റ്റാഫ് സ്റ്റാറ്റിസ്റ്റിക്സ് കണക്റ്റഡ് വിത്ത് ദ എഡ്യൂക്കേഷണൽ പ്രോഗ്രാം. അതായത് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് വരുന്ന അല്ലെ എന്തെങ്കിലും സ്ഥിതിവിവര കണക്കുകൾ ഉണ്ടെങ്കിൽ അതിന്റെ റിപ്പോർട്ടുകളൊക്കെ അതെല്ലാം നമ്മൾ സൂക്ഷിച്ചു വെക്കുക എന്നുള്ള മേലധികാരി ആരാണ്? നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. ഓക്കെ, കീപ് ദ റെക്കോർഡ് ഓഫ് സ്റ്റാഫ് സ്റ്റാറ്റിസ്റ്റിക്സ് കണക്റ്റഡ് വിത്ത് എഡ്യൂക്കേഷൻ പ്രോഗ്രാം. അതായത് വിദ്യാഭ്യാസ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സ്ഥിതിവിവര കണക്കുകളെല്ലാം അത് റെക്കോർഡുകളൊക്കെ സൂക്ഷിച്ചു വെക്കുക എന്നുള്ള ഡ്യൂട്ടി കൂടി നഴ്സിംഗ് സൂപ്രണ്ടന്റിന് ഉണ്ട് എന്നുള്ളത്. നെക്സ്റ്റ് നോക്കാം. സൂപ്പർവൈസ് നീറ്റ്നെസ് ഓഫ് ദ വാർഡ് വിത്ത് ഹെൽപ്പ് ഓഫ് നഴ്സിംഗ് ഇൻചാർജ്. അതായത് നഴ്സിംഗ് ഇൻചാർജിന്റെ അല്ലെ അദ്ദേഹത്തിന്റെ കൂടി സഹായത്തോട് കൂടിയിട്ട് നമ്മുടെ അല്ലെ നമുക്കറിയാം തീർച്ചയായിട്ടും അവിടെ നീറ്റ് ആൻഡ് ടൈഡി ആയിരിക്കണം അല്ലെ. എല്ലാ ഹോസ്പിറ്റലിൽ എപ്പോഴും അതിന് പ്രിഫറൻസ് കൊടുക്കുന്നതാണ് അല്ലെ. അപ്പൊ നഴ്സിംഗ് ഇൻചാർജിന്റെ കൂടി ഹെൽപ്പോട് കൂടിയിട്ട് അവിടേക്ക് നീറ്റായിട്ട് കൈകാര്യം ചെയ്യുക. അതിന്റെ മേലധികാരിയായിട്ട് മേൽനോട്ടം വഹിക്കുന്നത് നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. And arrange and plan nursing care activities of the wards as per hospital policies and services. അതായത് നമ്മൾക്ക് അല്ലെ എന്തെങ്കിലും വാർഡിന്റെ അല്ലെങ്കിൽ എന്തെങ്കിലും നയങ്ങളോ നടപടിക്രമങ്ങളോ എന്തെങ്കിലും സർവീസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അതിന്റെ പ്ലാനുകളെല്ലാം തയ്യാറാക്കുന്നത്. ചിലപ്പോഴൊക്കെ നമുക്കറിയാം ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഭേദഗതികളൊക്കെ അല്ലെ ചില പോളിസികളൊക്കെ കൂട്ടിച്ചേർക്കേണ്ടതൊക്കെ വരും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും പ്ലാനുകൾ അല്ലെ ആശുപത്രികളുടെ സേവനങ്ങൾക്ക് എന്തെങ്കിലും അനുസരിച്ചിട്ട് എന്തെങ്കിലും അധിക ചുമതലകൾ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലോ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ വാർഡ് തലത്തിലൊക്കെ എന്തെങ്കിലും വരികയാണ്. ഇപ്പൊ നമുക്കറിയാം കോവിഡ് സിറ്റുവേഷന്റെ സമയത്തൊക്കെ വാർഡിലെ ചില നിയമങ്ങളൊക്കെ നമുക്ക് നടപ്പാക്കേണ്ടതായിട്ട് വന്നു. കാരണം അറ്റ് കണ്ടീഷനിൽ അല്ലെ ഇപ്പൊ നമുക്കറിയാം വർഷക്കാലാണ് അല്ലെ, ഹോസ്പിറ്റലിലേക്ക് കുറച്ച് കൂടുതലായിട്ട് പേഷ്യൻസ് വരാൻ സാധ്യതയുള്ള സമയമാണ്.
അപ്പൊ വാർഡിന്റേതായിട്ടുള്ള പരിസരങ്ങളിലൊക്കെ ചില നിയമങ്ങളൊക്കെ നമുക്ക് അഡീഷണൽ ഒക്കെ ആയിട്ട് ചേർക്കേണ്ടതായിട്ട് വരും. അപ്പൊ അത്തരത്തിലുള്ള നിയമങ്ങൾക്കെല്ലാം കൈകാര്യം ചെയ്യാൻ അല്ലെ അത് അറേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് നഴ്സിംഗ് സൂപ്രണ്ടന്റിന്റെ ഉത്തരവാദിത്തമാണ്. അറേഞ്ച് ആൻഡ് പ്ലാൻ നഴ്സിംഗ് കെയർ ആക്ടിവിറ്റീസ് ഓഫ് ദ വാർഡ് ആസ് പെർ ഹോസ്പിറ്റൽ പോളിസീസ് ആൻഡ് സർവീസസ്. ഓക്കെ, വായിച്ചു നോക്കാം. ആണോ? ആണോ? കണ്ടിന്യൂ ചെയ്തോട്ടെ. നഴ്സിംഗ് സൂപ്പർവൈസർ നെക്സ്റ്റ് നോക്കാം. നഴ്സിംഗ് സൂപ്പർവൈസർ നമ്മൾ ആദ്യം കണ്ടു നഴ്സിംഗ് ഡയറക്ടർ, ദെൻ നഴ്സിംഗ് സൂപ്രണ്ടന്റ്. അങ്ങനെ രണ്ട് വ്യക്തികളുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടീസ് ആണ് നമ്മൾ കണ്ടത്. ദെൻ അദ്ദേഹത്തിന് കീഴിലാണ് നഴ്സിംഗ് സൂപ്പർവൈസർ വരുന്നത് അല്ലെ. നഴ്സിംഗ് സൂപ്പർവൈസറിനെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. നഴ്സിംഗ് സൂപ്പർവൈസർ is considered as a nursing executive and is a part of a leadership team and is considered a nursing executive. Okay, നമ്മൾക്ക് അറിയാം എന്താണ് എക്സിക്യൂട്ടീവ് എന്നുള്ള മാധ്യക അല്ലെ ഒരു പദവി നൽകിയിരിക്കുന്നത് ഏത് പദവിയിലുള്ളവരാണ്? നഴ്സിംഗ് സൂപ്പർവൈസറാണ്. ഓക്കെ, നഴ്സിംഗ് സൂപ്പർവൈസർ is considered as a nursing executive. നഴ്സിംഗ് എക്സിക്യൂട്ടീവ് എന്ന് വിളിക്കുന്നത് ആരെയാണ്? നഴ്സിംഗ് സൂപ്പർവൈസറിനെ. And is a part of the leadership team and is considered a nursing executive. നമുക്കറിയാം നേതൃത്വ സ്ഥാനം അല്ലെ നേതൃത്വ നിർവഹണ കാര്യങ്ങളൊക്കെ നടപ്പാക്കുന്നത് നഴ്സിംഗ് സൂപ്പർവൈസർ ആണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നഴ്സിംഗ് എക്സിക്യൂട്ടീവ് എന്ന് വിളിക്കുന്നു. There is a nursing supervisor available around the clock. നമുക്കറിയാം 24 മണിക്കൂറും അവിടെ അദ്ദേഹത്തിന്റെ ഒരു അവൈലബിലിറ്റി അല്ലെ അദ്ദേഹത്തിന്റെ സാമീപ്യം അവിടെ ഉണ്ടായിരിക്കേണ്ടതാണ്. നഴ്സിംഗ് സൂപ്പർവൈസർ നമുക്കറിയാം അല്ലെ നമ്മുടെ എന്താണ് പേഷ്യൻസിനെയൊക്കെ എന്താണ് നഴ്സുമാർ അവരുടെ സേവനങ്ങളൊക്കെ നിർവഹിക്കുന്നതിനൊപ്പം തന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ വിസിറ്റ് ചെയ്യാനായിട്ട് സൂപ്പർവൈസേഴ്സ് വരും അല്ലേ? കാണാറുണ്ടോ? ഉണ്ടാവാറുണ്ടോ? ആരെങ്കിലൊക്കെ കണ്ടിട്ടുണ്ടോ? ഓക്കെ, നമ്മളപ്പോ അതേസമയം നമ്മൾ നഴ്സിംഗ് സൂപ്രണ്ടന്റിനെയും നഴ്സിംഗ് ഡയറക്ടറിനെയും അധികം അഭിമുഖീകരിക്കാറില്ല അല്ലെ. പക്ഷെ നഴ്സിംഗ് സൂപ്പർവൈസറെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ കാണും. കാരണം അവരവിടെ ഇങ്ങനെ റൗണ്ട് ചുറ്റി എവിടെ ഇങ്ങനെയൊക്കെ നടപ്പുണ്ടാവും അല്ലെ. നഴ്സുമാരെ അസിസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി എന്താണ് നഴ്സിംഗ് സൂപ്പർവൈസറിന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് അല്ലെ, വിസിറ്റ് ചെയ്യാറുണ്ട്. There is a nursing supervisor available around the clock. അല്ലെ, 24 hours അവിടെ ഉണ്ടായിരിക്കേണ്ടതാണ്. The nursing supervisor should always be ready to attend the patient either in person or by way of a consultation in an on-call capacity. അതായത് നമുക്ക് പേഷ്യന്റിനെ അല്ലെ ഇടയ്ക്കിടയ്ക്കൊക്കെ ആണെങ്കിലും പേഷ്യന്റിനെ നമ്മളെ എന്താ പറയുക നഴ്സിംഗ് സൂപ്പർവൈസറിലുള്ള വ്യക്തി അറ്റൻഡ് ചെയ്യേണ്ടതാണ്. അവരായിട്ട് ഒരു ബന്ധപ്പെടേണ്ടതാണ്. ഇൻ കേസ് നേരിട്ട് ബന്ധപ്പെടാൻ പറ്റിയില്ല എങ്കിലും അല്ലെ എന്തെങ്കിലും കൺസൾട്ടേഷൻ മുഖേന അല്ലെ ഓൺ കോൾ രീതിയിൽ തന്നെ എന്തെങ്കിലും കൺസൾട്ടേഷൻ മുഖേനയൊക്കെ പേഷ്യന്റുമായിട്ട് ഇടപഴകേണ്ട ഒരു വ്യക്തി കൂടിയാണ് ആരെ നഴ്സിംഗ് സൂപ്പർവൈസറി പോസ്റ്റിലുള്ള വ്യക്തി. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? Nursing supervisor should always be ready to attend patient ആയിട്ട് ഇടയ്ക്ക് ഇടപെടുകേണ്ടതാണ് അല്ലെ. ഡയറക്ടറിനെ പോലെയല്ല, ഇച്ചിരി കൂടി നമ്മൾ എന്താണ് പേഷ്യന്റും നഴ്സുമാരുമായിട്ട് കുറച്ചും കൂടി അല്ലെ കൂടുതലായിട്ട് സാമീപ്യം വയ്ക്കുന്ന ഒരു പേഴ്സൺ ആണ് നഴ്സിംഗ് സൂപ്പർവൈസറിലുള്ളത്.
ദെൻ എന്താ പറയുന്നത്, നഴ്സിംഗ് സൂപ്രണ്ടന്റ് ഓവർസീ ദ നഴ്സിംഗ് സൂപ്പർവൈസർ. തീർച്ചയായിട്ടും നമുക്കറിയാം എന്താണ് നഴ്സിംഗ് സൂപ്പർവൈസറിന്റെ മേലധികാരി എന്ന് പറയുന്നത് ആരാണ്? നഴ്സിംഗ് സൂപ്രണ്ടന്റ്. അപ്പൊ അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ അദ്ദേഹത്തിന്റെ കീഴിലാണ് അദ്ദേഹം അല്ലെ നഴ്സിംഗ് സൂപ്പർവൈസർ വർക്ക് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും അങ്ങനെ വരുമ്പോൾ എന്താണ് തീർച്ചയായിട്ടും ഒരു റെസ്പോൺസിബിലിറ്റി അല്ലെ ഒരു ഉത്തരവാദിത്തം നഴ്സിംഗ് സൂപ്രണ്ടന്റിനോടുണ്ട് അല്ലെ. അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സൂപ്പർവൈസറി പോസ്റ്റിലുള്ള വ്യക്തി തീർച്ചയായിട്ടും അത് സാധ്യമാക്കി കൊടുക്കേണ്ടതാണ് അല്ലെ. അത് തന്നെയാണ് ഡ്യൂട്ടിയിലും നമ്മൾ എടുത്ത് പറയുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ്. ടു സെലക്ട്, ഓറിയന്റ്, ട്രെയിൻ ആസ് എ ഷെഡ്യൂൾ, കോച്ചിങ്, കൗൺസിലിംഗ് ആൻഡ് ഡിസിപ്ലിൻ എംപ്ലോയീസ്. അതായത് അവിടെയുള്ള അല്ലെ എന്തിനു വേണ്ടിയിട്ട് നഴ്സിംഗ് സൂപ്പർവൈസർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റൗണ്ട് ചുറ്റുന്നത്? വെറുതെ നടക്കുന്നതാണോ? വെറുതെയാണോ സൂപ്പർവൈസർ ഇങ്ങനെ റൗണ്ട് ചുറ്റി അവിടെ ഇവിടെയൊക്കെ നടക്കുന്നത്? എന്തെങ്കിലുമൊക്കെ അതുകൊണ്ട് മെച്ചമുണ്ടോ? ഉണ്ടോ? നഴ്സുമാരൊക്കെ നഴ്സിംഗ് സൂപ്പർവൈസർ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രത്യേകത കാണിക്കാറുണ്ടോ? ഉണ്ട്. കാരണം അവരെ അച്ചടക്കത്തോടു കൂടിയിട്ട് അല്ലെ അവരുടെ സ്റ്റാഫുകളൊക്കെ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് വിലയിരുത്തുകയും അവർക്ക് അല്ലെ ഉണ്ട് അല്ലെ കോച്ചിങ് കൊടുക്കുകയും എന്തെങ്കിലുമൊക്കെ എല്ലാത്തിനെയും ക്രമപ്പെടുത്തി കൊടുക്കുകയും അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തി കൊടുക്കുകയും കൗൺസിലിംഗ് ഒക്കെ നടത്തി കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് ആരാണ്? നഴ്സിംഗ് സൂപ്പർവൈസർ ആണ് അല്ലെ. അതുകൊണ്ടാണ് പറയുന്നത് ടു സെലക്ട്, ഓറിയന്റ്, ട്രെയിൻ, അസൈൻ, ഷെഡ്യൂൾ, കോച്ചിങ്, കൗൺസിലിംഗ് ആൻഡ് ഡിസിപ്ലിൻ എംപ്ലോയി. അപ്പൊ നഴ്സുമാരെയൊക്കെ എല്ലാ എംപ്ലോയീസിനെയും എന്താണ് അച്ചടക്കത്തോട് കൂടിയിട്ട് അവർക്ക് എന്തെങ്കിലും കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് അല്ലെങ്കിൽ ഇപ്പൊ ചെറിയ ചെറിയ കോച്ചിങ്ങുകൾ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചൂണ്ടിക്കാട്ടി കറക്റ്റ് ചെയ്ത് കൊടുത്ത് അവരെ വിലയിരുത്തി അല്ലെ അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് ഒക്കെ കൊടുത്ത് നല്ല രീതിയിൽ ക്രമപ്പെടുത്തുന്ന ഒരു ഡ്യൂട്ടി ചെയ്യുന്നത് ആരാണ്? നഴ്സിംഗ് സൂപ്പർവൈസർ ആണ്. ക്ലിയർ അല്ലേ? കാരണം നമുക്കറിയാം സൂപ്പർവൈസറി പോസ്റ്റ് ഉള്ളവരാണ് ഇവരെ വെരിഫൈ ചെയ്ത് പോകുന്നത്. നെക്സ്റ്റ് നോക്കാം. മീറ്റ് ഓപ്പറേഷൻ സ്റ്റാൻഡേർഡ്സ് ബൈ ഡൊണേറ്റിംഗ് ഇൻഫോർമേഷൻ ടു സ്ട്രാറ്റജിക് പ്ലാൻസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. അതായത് തന്ത്രപരമായിട്ടുള്ള പ്ലാനിങ്ങുകളും അല്ലെങ്കിൽ നടപടിക്രമങ്ങൾക്കും വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് അത് പകർന്നു കൊടുക്കുന്നത് അതാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം ഇവരല്ലേ ഇവര് തന്നെയാണ് എല്ലാ നഴ്സുമാരെയൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ വിലയിരുത്തുന്നത്. അപ്പൊ ചില തീരുമാനങ്ങളെ ചില നഴ്സുമാർക്ക് ചിലപ്പോ ചില വാർഡിലൊക്കെ കുറച്ച് അല്ലെ അധികം ഡ്യൂട്ടീസ് ചിലപ്പോ ഉണ്ടാവും അല്ലെ പേഷ്യന്റിനേക്കാൾ കൂടുതൽ ഓവർ ഡ്യൂട്ടിക്ക് വരും. അപ്പൊ ചിലപ്പോ വേണമെങ്കിൽ ചില പേഴ്സൺസിന് ഒന്നും കൂടി ചില സ്റ്റാഫുകളെയും കൂടി അവിടെ അധികമായിട്ടൊക്കെ അപ്പോയിന്റ്മെന്റ് കൊടുക്കേണ്ടതായിട്ട് വരും ഇല്ലേ? എങ്ങനെ ഉണ്ടാവില്ലേ? ഉണ്ടാവോ? ഉണ്ടാവും. അപ്പൊ ഇവര് പോയി കഴിയുമ്പോഴല്ലേ ഇവരിങ്ങനെ റൗണ്ട്സ് ചുറ്റി കഴിയുമ്പോഴാണ് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. അപ്പൊ തന്ത്രപരമായിട്ടുള്ള ചില പ്ലാനുകളും അല്ലെങ്കിൽ നടപടിക്രമങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് അതിനാവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ അല്ലെ പ്രവർത്തന ഫലമായിട്ടുള്ള അല്ലെ പ്രവർത്തനത്തോടു കൂടിയിട്ട് നടപ്പാക്കാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിർദ്ദേശിക്കുന്നതും ആര് തന്നെയാണ്? നഴ്സിംഗ് സൂപ്പർവൈസർ ആണ്. മീറ്റ് ഓപ്പറേഷൻ സ്റ്റാൻഡേർഡ്സ് ബൈ ഡൊണേറ്റിംഗ് അല്ലെ അതിനാവശ്യമായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ്സ് ഒക്കെ ചിലപ്പോൾ നമുക്കറിയാം 10 പേർക്ക് അല്ലെങ്കിൽ ഇത്രയും പേഷ്യൻസിന് ഒരു നഴ്സ് മതി എന്നൊക്കെ ഉള്ള ഒരു സ്ട്രാറ്റജി ഉണ്ടാവും. ചിലപ്പോൾ അതിൽ വ്യത്യസ്തമാകാം അല്ലെ. നമുക്കറിയാം നമ്മൾ നേരത്തെ കണ്ടതാണ് കുറച്ച് കൂടുതൽ അല്ലെ കുറച്ച് സെൽഫായിട്ടുള്ള പേഷ്യന്റ് അല്ലാത്ത രീതിയിൽ എന്താണ് കുറച്ചും കൂടി നഴ്സുമാരെ സപ്പോർട്ട് ആവശ്യമായിട്ടുള്ള പേഷ്യന്റ് ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അതിന്റെ ഡ്യൂട്ടി കുറച്ച് കൂടുതലായിട്ടുള്ള കഠിനമായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഇതുകളിലെല്ലാം പോളിസികളൊക്കെ നയങ്ങളൊക്കെ ചേഞ്ചബിൾ ആക്കി തന്നെ നടപ്പാക്കാനായിട്ടുള്ള അധികാരി ആരാണ്? നഴ്സിംഗ് സൂപ്പർവൈസർ ആണ്. ഓക്കെ, ഇത് നെക്സ്റ്റ് നോക്കാം. ക്ലിയർ ആണോ? ആണോ? ഫയൽസ് ഒക്കെ വായിച്ചു പോകാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? നെക്സ്റ്റ് നോക്കാം. പ്രൊവൈഡ് ഇൻഫോർമേഷൻ നീഡഡ് ടു പേഷ്യന്റ് ആൻഡ് ഹെൽത്ത് കെയർ ടീം. ഓക്കെ, അപ്പൊ നമുക്കറിയാം ആവശ്യമായ അല്ലെ നമുക്കറിയാം നല്ല നല്ല ഇൻഫോർമേഷൻസ് പ്രധാനമായിട്ട് സൂപ്പർവൈസറി പോസ്റ്റ് ഉള്ളവരിൽ നിന്നാണ് കിട്ടുന്നത് അല്ലെ. അപ്പൊ ഇൻ കേസ് പേഷ്യന്റിനും കൂടി ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഇൻഫോർമേഷൻസ് ചിലപ്പോഴൊക്കെ നമുക്കറിയാം ചില പേഷ്യൻസിന് അല്ലെ ചില വാർഡിന് അല്ലെങ്കിൽ ചില റൂമിൽ സജ്ജമാക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അങ്ങനെയുള്ളവർക്ക് ചില നിർദ്ദേശങ്ങളൊക്കെ അല്ലെ നല്ല രീതിയിലുള്ള ഇൻഫോർമേഷൻസും പാസ് ചെയ്യാനായിട്ട് സൂപ്പർവൈസറി പോസ്റ്റ് ഉള്ളവർക്ക് അറിയാം. കാരണം അവർ എല്ലായിടത്തും പ്രവർത്തിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നഴ്സുമാർക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് മാത്രമല്ല പേഷ്യൻസിനും കൂടി ആവശ്യമായിട്ടുള്ള അവരുടെ ആരോഗ്യത്തെയും കൂടി സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാനായിട്ട് നഴ്സിംഗ് സൂപ്പർവൈസറിന് സാധിക്കും എന്നുള്ളതാണ്. Then maintain documentation of a patient care service. നമുക്കറിയാം എന്തെങ്കിലുമൊക്കെ അല്ലെ ഡോക്യുമെന്റേഷൻ ഒക്കെ തയ്യാറാക്കേണ്ടതുണ്ട് എങ്കിൽ അത് നഴ്സിംഗ് സൂപ്പർവൈസറിന്റെ മേൽനോട്ടത്തിൽ നടപ്പാക്കാനായിട്ട് സാധിക്കുന്നു. Then next എന്താണ്? കൺഫേം
operation of a medical and administrative equipment and verify emergency equipment availability. അതായത് നമുക്ക് അത് ഇപ്പോ നമുക്കറിയാം അല്ലെ, ഇങ്ങനെയൊക്കെ സെർച്ച് ചെയ്ത് ഇങ്ങനെ നടക്കുമ്പോഴായിരിക്കും ചില എക്യുപ്മെന്റ്സിന്റെ ഒക്കെ അപാകതകളൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുക അല്ലെ. എന്തെങ്കിലുമൊക്കെ അവിടെ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സിന് എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ, അതൊക്കെ എന്താണ് ശരിയാക്കി സ്ഥാപിക്കാനായിട്ടും. then അത് മാത്രമല്ല സോറി ഞാൻ എവിടെയോ ക്ലിക്ക് ചെയ്ത് പോയി നോക്കാം. ഓക്കെ, ഞാൻ പറയാം. ഓക്കെ, ഇതങ്ങനെ പറഞ്ഞിട്ട് അവിടെ പൊക്കോളാം. ഓക്കെ, കൺഫേം ഓപ്പറേഷൻ ഓഫ് മെഡിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്യുപ്മെന്റ് ആൻഡ് വെരിഫൈ എമർജൻസി എക്യുപ്മെന്റ് അവൈലബിലിറ്റി. അതായത് എക്യുപ്മെന്റിന് എന്തെങ്കിലുമൊക്കെ കുറവുകൾ ഉണ്ടെങ്കിൽ അല്ലെ, കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ, ഡാമേജസ് ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുക. ചില എക്യുപ്മെന്റ്സ് ഒക്കെ ലഭ്യത കുറവുണ്ട്, ചില ഡിപ്പാർട്ട്മെന്റിലേക്ക് അവിടെ കുറവുണ്ട് അല്ലെ, അപാകതകൾ ഉണ്ട് എങ്കിൽ അത്തരത്തിലുള്ള എമർജൻസി എക്യുപ്മെന്റ്സ് ഒക്കെ അവിടെ ലഭ്യമാക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ഡ്യൂട്ടി കൂടി സൂപ്പർവൈസറിനുണ്ട്. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാം. തേർഡ് പോയിന്റ്, മെയിൻറ്റെയിൻ നഴ്സിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് റൈറ്റ് നോംസ്, പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ഒരു മിനിറ്റ്. Meaning nursing principles and right norms, policies and procedures. അതായത് നമുക്കറിയാം അല്ലെ, തത്വങ്ങൾ ഉണ്ടാക്കുക അല്ലെ, നഴ്സിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് റൈറ്റ് നോംസ്, മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ എന്താണ് നിയമങ്ങൾ അല്ലെ, നിയമങ്ങൾ അല്ലെങ്കിൽ നടപടിക്രമങ്ങളെല്ലാം ഉണ്ടാക്കി കൊണ്ടുവരിക എന്നുള്ളത് നഴ്സിംഗ് സൂപ്പർവൈസറിന്റെ ഡ്യൂട്ടിയാണ്. നമ്മൾ കണ്ടായിരുന്നു ചില സൂപ്പർവൈസർ ചെയ്ത് അല്ലെ, ചിലയിടങ്ങളൊക്കെ സന്ദർശിക്കുമ്പോൾ ചില അപാകതകളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ചിലതെല്ലാം അല്ലെ ഗുണകരമായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ അവർക്ക് കണ്ടറിഞ്ഞ് മനസ്സിലാക്കാനൊക്കെ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ പുതിയ അല്ലെ നല്ല നല്ല തത്വങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാനും അതല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള നിയമങ്ങൾ അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ മാനദണ്ഡങ്ങളെല്ലാം ഉണ്ടാക്കി കൊണ്ടുവരാനായിട്ട് സൂപ്പർവൈസറി പോസ്റ്റിലുള്ളവർക്കാണ് സാധിക്കുന്നത്. അതും ഒരു ഉത്തരവാദിത്തമാണ്. മെയിൻറ്റെയിൻ നഴ്സിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് റൈറ്റ് നോംസ്, പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. നെക്സ്റ്റ് നോക്കാം. ഐഡന്റിഫൈ പേഷ്യന്റ് സർവീസ് നീഡ്സ് ബൈ എസ്റ്റാബ്ലിഷിംഗ് പേഴ്സണൽ റിലേഷൻഷിപ്പ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, പേഷ്യന്റ് ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കുന്നത് സൂപ്പർവൈസറി പോസ്റ്റുള്ളവരാണ് അല്ലെ. അപ്പൊ വ്യക്തിപരമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കുന്നത് കൊണ്ട് തന്നെ അവരെ അല്ലെ നല്ല നല്ല സർവീസുകൾ എന്താന്ന് കൃത്യമായിട്ട് തിരിച്ചറിയാനൊക്കെ ആയിട്ട് സാധിക്കും അല്ലെ. അവരിൽ നിന്ന് തന്നെ ചോദിച്ചറിയാൻ സാധിക്കും ഇന്ന ഡിപ്പാർട്ട്മെന്റിന്റെ സർവീസ് എങ്ങനെയാണ് അല്ലെ. അങ്ങനെ വ്യക്തിപരമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ നല്ല സേവനങ്ങൾ വീണ്ടും വീണ്ടും അവർക്ക് അവരുടെ ആവശ്യത്തിനനുസരിച്ച് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ തിരിച്ചറിയുകയും ചെയ്യുക, അതനുസരിച്ചിട്ടുള്ള പോളിസികളൊക്കെ നടപ്പാക്കുകയും ചെയ്യുക, അത് അവർക്ക് കൊടുക്കുകയും ചെയ്യാനായിട്ട് സാധിക്കുന്നത് നഴ്സിംഗ് സൂപ്പർവൈസറി പോസ്റ്റ് ഉള്ളവർക്കാണ്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെയാണോ? ജസ്റ്റ് വായിച്ചു നോക്കാം. ഏതെങ്കിലും പോയിന്റ് നിങ്ങൾക്ക് കിട്ടാത്തുണ്ടെങ്കിൽ ചോദിക്കാട്ടോ. നോംസ് എന്ന് വെച്ചാൽ മാനദണ്ഡം എന്നാണ് ചെയ്യുന്നത്. മാനദണ്ഡങ്ങളുണ്ടല്ലോ, നിശ്ചിത മാനദണ്ഡത്തിന്റെ ബേസിലാണ് നമ്മൾ സർവീസുകളൊക്കെ പ്രദാനം ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിലുള്ള മാനദണ്ഡങ്ങളെയാണ് നോംസ് എന്ന് പറയുന്നത്.
ഓറിയന്റ് എന്ന് വെച്ചാൽ ക്രമപ്പെടുത്തുക. ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നഴ്സുമാര് എന്താ പറയാ ആദ്യം ചെയ്യേണ്ടത് പകരം അടുത്ത സ്റ്റെപ്പ് ആയിരിക്കും അവർ ആദ്യം ചെയ്യുക. അപ്പൊ പേഷ്യന്റിന്റെ ആദ്യം എന്താണ് ചിലപ്പോൾ പരിശോധിക്കണം എന്നായിരിക്കും, ചിലപ്പോൾ അല്ലെ പ്രഷർ നോക്കണമെന്നായിരിക്കും, അങ്ങനെ എന്തെങ്കിലും ഫസ്റ്റ് സ്റ്റെപ്പുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അവരെന്താണ് അത് കൃത്യമായിട്ട് തന്നെ നിങ്ങൾ ചെയ്യുന്നത് റോങ് ആണ്, ആദ്യം ചെയ്യേണ്ടത് ഇന്നതാണ് അല്ലെ, അങ്ങനെ സൂപ്പർവൈസറി പോസ്റ്റുള്ളവരൊക്കെ കറക്റ്റ് ചെയ്ത് കൊടുക്കും, ക്രമപ്പെടുത്തി കൊടുക്കും. ഓക്കെ, എന്തെങ്കിലും ലാസ്റ്റ് പോയിന്റ് നോക്കാം. അതായത് കൺഫേം ഓപ്പറേഷൻ ഓഫ് എ മെഡിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്യുപ്മെന്റ് ആൻഡ് വെരിഫൈ എമർജൻസി എക്യുപ്മെന്റ് അവൈലബിലിറ്റി. അതായത് നമ്മളിപ്പോ അല്ലെ സൂപ്പർവൈസറി പോസ്റ്റ് ഉള്ളവര് വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകൾ അവരെ വിസിറ്റ് ചെയ്ത് പോകും. അവിടെ ചെല്ലുമ്പോഴൊക്കെ ആയിരിക്കും ചില മെഡിക്കൽ എക്യുപ്മെന്റുകൾക്കെല്ലാം അല്ലെ എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ട്, അതിന്റെ ഓപ്പറേഷൻ പ്രവർത്തനങ്ങൾക്ക് എന്തെങ്കിലും തകരാറുകൾ ഉണ്ടെങ്കിൽ അത് സ്ഥിരീകരിക്കുക, അതെല്ലാം തകരാറുകളൊക്കെ എന്താണ് റിപ്പോർട്ട് ചെയ്തത് പരിഹരിക്കാനുള്ള നടപടികൾ ഉണ്ടാവണം അല്ലെ. അപ്പൊ കൺഫേം അത് സ്ഥിരീകരിക്കുക, ഓപ്പറേഷൻ ഓഫ് മെഡിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്യുപ്മെന്റ്, ആ എക്യുപ്മെന്റ് എല്ലാം തന്നെ നല്ല പ്രവർത്തന യോഗ്യമാണ് എന്ന് സ്ഥിരീകരിക്കുക എന്നുള്ളത് ഈ ഒരു സൂപ്പർവൈസറി പോസ്റ്റുള്ളവരുടെ ഡ്യൂട്ടിയാണ്. അതോടൊപ്പം തന്നെ ആൻഡ് വെരിഫൈ എമർജൻസി എക്യുപ്മെന്റ് അവൈലബിലിറ്റി. ചില ഡിപ്പാർട്ട്മെന്റിലൊക്കെ ചില ഷോർട്ടേജുകൾ ഉണ്ടാവും ചില മെഡിക്കൽ എക്യുപ്മെന്റിന്റെ ഒക്കെ. അപ്പൊ അത്തരത്തിലുള്ള മെഡിക്കൽ എക്യുപ്മെന്റ് ഒക്കെ അവിടെ എന്താണ് അവൈലബിൾ അല്ലെ അത് ലഭ്യമാക്കി കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വവും നമ്മുടെ അദ്ദേഹത്തിന്റെ അതായത് സൂപ്പർവൈസറി പോസ്റ്റുള്ളവരുടെ ഡ്യൂട്ടിയാണ്. ക്ലിയർ ആയോ? അതായത് കേടുള്ള ഉപകരണങ്ങളൊന്നും അവിടെ നിന്ന് ഉണ്ടാവാൻ പാടില്ല, എന്താണ് ഉപകരണങ്ങളുടെ അഭാവങ്ങളും അല്ലെ അവിടെ ഉണ്ടാവാൻ പാടില്ല എന്നതാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി എന്തെങ്കിലും ഓക്കെ അല്ലേ? കണ്ടിന്യൂ ചെയ്തോട്ടെ. നഴ്സിംഗ് ഇൻചാർജ് ആണ് നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ ഇതുവരെ ആരെയൊക്കെ കണ്ടു? ഒന്നൊരു ഓർഡർ ഒന്ന് നിങ്ങളുടെ കയ്യിൽ പോന്നോട്ടെ. ആരാണ് ഫസ്റ്റ്ലി? നഴ്സിംഗ് ഡയറക്ടർ. ദെൻ അടുത്തതായിട്ട് സൂപ്രണ്ടന്റ്, ദെൻ സൂപ്പർവൈസറി പോസ്റ്റ് ഉള്ളവര്, ദെൻ നെക്സ്റ്റ് നോക്കാം നഴ്സിംഗ് ഇൻചാർജ്. നഴ്സിംഗ് ഇൻചാർജിലുള്ള വ്യക്തികളെ നോക്കാം. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ നഴ്സിംഗ് ഇൻചാർജ് ടു ഷെഡ്യൂൾ ആൻഡ് ഡയറക്ട് ദ നഴ്സിംഗ് കെയർ ഇൻ എ സ്പെസിഫിക് വാർഡ് ഓർ എ യൂണിറ്റ് ഡ്യൂറിംഗ് ഈച്ച് അസൈൻഡ് ഷിഫ്റ്റ്. അപ്പൊ സൂപ്പർവൈസറി പോസ്റ്റിലുള്ളവരെ വരെ നമ്മൾ കണ്ടു. നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് നഴ്സിംഗ് ഇൻചാർജ്. അത് പ്രധാനമായിട്ട് വരുന്നത് എന്താണ്? ഒരു വാർഡ് അല്ലെങ്കിൽ ഒരു യൂണിറ്റിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഇൻചാർജ് ഉള്ള നഴ്സുമാരെയാണ് നഴ്സിംഗ് ഇൻചാർജ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ നഴ്സിംഗ് ഇൻചാർജ് ടു ഷെഡ്യൂൾ ആൻഡ് ഡയറക്ട് ദ നഴ്സിംഗ് കെയർ ഇൻ എ സ്പെസിഫിക് വാർഡ് ഓർ യൂണിറ്റ് ഡ്യൂറിംഗ് ഈച്ച് അസൈൻഡ് ഷിഫ്റ്റ്. അതായത് ഓരോ ഷിഫ്റ്റിലും ഇന്ന വാർഡ് അല്ലെങ്കിൽ ഇന്ന യൂണിറ്റ് അത് മൊത്തത്തിൽ മേൽനോട്ടം വഹിക്കേണ്ട ഒരു നഴ്സിംഗ് ഇൻചാർജ് ഉള്ള വ്യക്തിയാണ് നഴ്സിംഗ് ഇൻചാർജ് എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാലേ വാർഡും യൂണിറ്റും ഒക്കെ ആണെങ്കിൽ അതിന് ഒരു ഇൻചാർജർ ഉണ്ടാവും. അത് ഓരോ ഷിഫ്റ്റിനനുസരിച്ചിട്ടും വ്യത്യസ്തമായിരിക്കും അല്ലെ. ഒരു ഷിഫ്റ്റിലെ ഇൻചാർജ് അടുത്ത ഷിഫ്റ്റ് വരുമ്പോൾ അടുത്ത ഇൻചാർജ് ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കും. അതാണ് പ്രധാനമായിട്ടും അവിടെ ഉദ്ദേശിക്കുന്നത്. Then if there is any problem with the patient, it is a nursing in charge who contact the patient first. അതായത് പേഷ്യന്റുമായിട്ട് ഫസ്റ്റ് ഡീൽ ചെയ്യുന്നത് ആരായിരിക്കും? അതായത് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായെങ്കിൽ പേഷ്യന്റിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം തന്നെ അത് അറിയിക്കേണ്ടത് ഇൻചാർജ് ഉള്ള നഴ്സുമാരെയാണ്.
നമുക്കറിയാം ഒരു ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ സർവീസ് മൈൻഡ് തന്നെയാണ് അവരെല്ലാവരും ആഗ്രഹിക്കുന്നത് അല്ലെ, എല്ലാ പേഷ്യന്റും ആഗ്രഹിക്കുന്നത് തന്നെയാണ്. പക്ഷെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ഇൻ കേസ് അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഇഷ്യൂകൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം സമീപിക്കേണ്ടത് നഴ്സിംഗ് ഇൻചാർജിന്റെ അടുത്താണ്. Then if the patient is not satisfied with her thus response, ask to speak to the nursing supervisor. ആദ്യം എന്താണ് നഴ്സിംഗ് ഇൻചാർജിനോട് സംസാരിച്ചിട്ട് പ്രത്യേകിച്ച് അവരുടെ റെസ്പോൺസിൽ നിന്നും തൃപ്തികരമല്ല എങ്കിൽ നെക്സ്റ്റ് നമ്മൾ ആരോട് സംസാരിക്കും, അതായത് പേഷ്യന്റ് ആരോട് സംസാരിക്കേണ്ടതായിട്ട് വരും, സൂപ്പർവൈസറി പോസ്റ്റുള്ളവരോട് സംസാരിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ക്ലിയർ അല്ലേ? അതായത് നഴ്സിംഗ് ഇൻചാർജ് എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു യൂണിറ്റിന്റെ അല്ലെങ്കിൽ വാർഡിന്റെ അതാത് ഷിഫ്റ്റിന്റെ അവസരത്തിലുള്ള ഒരു ലീഡർഷിപ്പ് വഹിക്കാനായിട്ടുള്ള ചുമതലയുള്ള വ്യക്തിയാണ് നഴ്സിംഗ് ഇൻചാർജ് എന്ന് പറയുന്നത്. അവര് പേഷ്യന്റായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ഒക്കെ ചെയ്യുന്നത് എന്താണ് നഴ്സിംഗ് ഇൻചാർജ് ആണ്. എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ആദ്യം അറിയിക്കേണ്ടത് നഴ്സിംഗ് ഇൻചാർജിനെയാണ്. അവരുടെ റെസ്പോൺസ് തൃപ്തികരമല്ല എങ്കിലാണ് നഴ്സിംഗ് സൂപ്പർവൈസറി പോസ്റ്റിലുള്ള നഴ്സുമാരെ അറിയിക്കേണ്ടതായിട്ട് വരും. ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. അവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് നോക്കാം. ഫസ്റ്റ്, ടു സൂപ്പർവൈസ് ആൻഡ് സപ്പോർട്ട് ഓൾ നഴ്സിംഗ് സ്റ്റാഫ്. നമുക്കറിയാം ഒരു വാർഡിലൊക്കെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് നഴ്സുമാർ അവരവരുടെ സേവനങ്ങൾ നിർവഹിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അവിടെയുള്ള എല്ലാ നഴ്സുമാരുടെയും സൂപ്പർവൈസറായിട്ട് ഒരു സൂപ്പർവൈസറി പോസ്റ്റ് ആയിട്ട് നഴ്സിംഗ് ഇൻചാർജ്. നമുക്കറിയാം മറ്റേ നേരത്തെ പറഞ്ഞ സൂപ്പർവൈസറി പോസ്റ്റ് അല്ല ഇവിടെ പറയുന്നത്. എന്താണ്, ഒരു വാർഡിന്റെ അവിടെയുള്ള നഴ്സുമാരെ, ആ വാർഡിൽ വർക്ക് ചെയ്യുന്ന നഴ്സുമാരെ, അതാത് ഷിഫ്റ്റിനനുസരിച്ചിട്ട് വർക്ക് ചെയ്യുന്ന നഴ്സുമാരുടെ സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യുന്നതാണ് നഴ്സിംഗ് ഇൻചാർജ്. നെക്സ്റ്റ് പോയിന്റ് നോക്കാം, റെസ്പോൺസിബിൾ ഫോർ മെയിൻറ്റെയിൻ ഹൈ ലെവൽ പേഷ്യന്റ് സർവീസ്. അതായത് നല്ല തരത്തിൽ അല്ലെ, നല്ല ഉയർന്ന തരത്തിലുള്ള നിലവാരത്തിലുള്ള ഒരു സേവനം അത് പേഷ്യന്റിന് ലഭ്യമാക്കി കൊടുക്കുക, അത് നിലനിർത്തി കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ആരെ നിക്ഷിപ്തമായിരിക്കുന്നത് നഴ്സിംഗ് ഇൻചാർജിൽ വരുന്നത്. Then to prepare monthly duty roster and report supervisor. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എന്താണ് നമ്മുടെ ഡ്യൂട്ടി റോസ്റ്റർ തയ്യാറാക്കുന്നത് അല്ലെ, ഓരോ ഷിഫ്റ്റ് അനുസരിച്ചിട്ടും ഓരോ നഴ്സുമാരെ അതാത് സമയങ്ങളിലൊക്കെ ഇട്ട് അല്ലെ അവരുടെ ഷിഫ്റ്റ് സമയക്രമമൊക്കെ തയ്യാറാക്കുന്നത് നഴ്സിംഗ് ഇൻചാർജിലുള്ള വ്യക്തിയാണ്. ആ റിപ്പോർട്ട് കൊടുക്കുന്നത് ആർക്കാണ്? സൂപ്പർവൈസറിനാണ്. ഓക്കെ, ആ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. ടു പ്രിപ്പയർ മന്ത്ലി ഡ്യൂട്ടി റോസ്റ്റർ ആൻഡ് റിപ്പോർട്ട് സൂപ്പർവൈസർ. ഇത് വരെ പഠിപ്പിച്ചതിൽ മിക്കവാറും പോയിന്റ്സുകൾ എല്ലാം തന്നെ ഇമ്പോർട്ടന്റ് ആണ്. ചോദ്യം ഇങ്ങനെ വരെയുള്ളൂ, എന്താണ് കീപ് ദ റെക്കോർഡ് ഓഫ് സ്റ്റാഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ കണക്ഷൻ വിത്ത് എഡ്യൂക്കേഷൻ പ്രോഗ്രാം. ആരായിരിക്കും? നമ്മുടെ നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആയിരിക്കും. അങ്ങനെ ഏത് ഇതിലും അവര് ആ ഒരു റെസ്പോൺസിബിലിറ്റി വെച്ചിട്ട് ആരായിരിക്കും എന്നുള്ളത് എന്നുള്ള ആ ഒരു റെപ്രസെന്റേറ്റീവ് തന്നെ ചോദിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ പോയിന്റ്സ് എല്ലാം തന്നെ മനസ്സിലാക്കി തന്നെ പോവുക. അത് ആരുടെ ഡ്യൂട്ടി ആണെന്നുള്ള കാര്യം ഉറപ്പിച്ച് തന്നെ പോകുക. അതുകൊണ്ട് ഇന്ന പോയിന്റ് എന്ന് എടുത്ത് ഞാൻ പറയുന്നില്ല, എല്ലാ പോയിന്റ്സും തന്നെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ചില പോയിന്റ്സ് ഒക്കെ എപ്പോഴും എടുത്ത് ചോദിക്കാറുണ്ട്. അക്കൗണ്ടബിൾ മാസ്റ്റർ റൊട്ടേഷൻ ഓഫ് നഴ്സസ് എന്നൊക്കെ ഉള്ളത് എടുത്ത് കാണാറുണ്ട്. അതേമാതിരി തന്നെ ഈ പോയിന്റ് പറഞ്ഞപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത്. മിക്കപ്പോഴും കാണുന്നതാണ് എന്ത് നമ്മള് അല്ലെ സാധാരണയായിട്ട് റെസ്പോൺസിബിൾ ഡ്യൂട്ടി റോസ്റ്റർ അല്ലെ, ടു പ്രിപ്പയർ മന്ത്ലി ഡ്യൂട്ടി റോസ്റ്റർ ആൻഡ് റിപ്പോർട്ട് സൂപ്പർവൈസർ. ആർക്ക് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം അല്ലെ, അത് സൂപ്പർവൈസറിന് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം എന്നുള്ളത് മിക്കപ്പോഴും കാണാറുണ്ട്. ടു മെയിൻറ്റെയിൻ വാർഡ് ഓപ്പറേഷൻ. നമുക്കറിയാം വാർഡിന്റെ പ്രവർത്തനങ്ങളെല്ലാം അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് ആരായിരിക്കും? ഒരു വാർഡിന്റെ കാര്യമാണ് അല്ലെ, വാർഡിന്റെ ചുമതലയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വാർഡിന്റെ പ്രവർത്തനങ്ങൾ മേൽനോട്ടം വഹിക്കുന്നത് ആരായിരിക്കും? ഞാൻ മാത്രം ഇങ്ങനെ പറഞ്ഞു പോയാൽ നിങ്ങൾ ഇതായി പോകും. ആരായിരിക്കും? ഓക്കെ, നഴ്സിംഗ് ഇൻചാർജ് ഉള്ള നഴ്സ് ആയിരിക്കും. ദെൻ എന്താണ്? ടു മെയിൻറ്റെയിൻ മെഡിക്കേഷൻ ആൻഡ് നാരോറ്റിക് റിപ്പോർട്ട്സ്. അതായത് നമുക്കറിയാം അല്ലെ മെഡിസിനുകളും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നു ഇൻചാർജ് ഉള്ള പേഴ്സൺ. ഓക്കെ, എല്ലാവരും തന്നെ ഇവിടെ തന്നെ ഉണ്ടായിരുന്ന ഇൻഫോം ചെയ്യാണ്. ഓക്കെ, താങ്ക് യു. അപ്പൊ എന്താണ് പറയുന്നത്? മരുന്നുകളും മയക്കുമരുന്നുകൾ എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാരോറ്റിക് റിപ്പോർട്ട്സ് എന്ന് പറയുമ്പോൾ ചിലപ്പോ ആ വാർഡിലൊക്കെ ഒരുപാട് പെയിൻ ആയിട്ട് ഉള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടാവും അല്ലെ. ചിലപ്പോ എന്തെങ്കിലും ബോധത്തിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അവർക്കൊക്കെ നിശ്ചിത അളവിലൊക്കെ എന്താണ് ചെറിയ രീതിയിലുള്ള മയങ്ങി കിടക്കാനുള്ള മെഡിസിൻസ് ഒക്കെ കൊടുക്കും അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മെഡിസിൻസ് ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ റിപ്പോർട്ടുകളെല്ലാം എന്താണ് അത് കൈകാര്യം ചെയ്യുന്നതും ആരാണ്? നഴ്സിംഗ് ഇൻചാർജ് ആണ്.
ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്താണ് ആ മരുന്നുകളുടെ മയക്കുമരുന്നുകൾ എന്ന് പറയുന്ന ഈ ഉദ്ദേശമല്ല, അവിടെ ഒന്ന് മയങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ട് അല്ലെ, ഒരു സെഡേഷൻ എന്നുള്ള രീതിയിൽ മയങ്ങിക്കിടക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. അതിന്റെ റിപ്പോർട്ട് കറക്റ്റ് ആയിട്ട് സൂക്ഷിക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള റിപ്പോർട്ടുകളെല്ലാം അത് കൈകാര്യം ചെയ്തു പോകുന്നത് നമ്മുടെ ഇൻചാർജ് ഉള്ള നഴ്സ് തന്നെയാണ്. ടു മെയിൻറ്റെയിൻ മെഡിക്കേഷൻ ആൻഡ് നാർക്കോട്ടിക് റിപ്പോർട്ട്സുകൾ. ഓക്കെ, അതെല്ലാം നിലനിർത്തി കൊണ്ടുപോകുന്നത് നമ്മുടെ നഴ്സിംഗ് ഇൻചാർജ് ആണ്. ഓക്കെ, പോയിന്റ്സ് ഒക്കെ കിട്ടിയോ? ഒന്ന് വായിച്ചു നോക്കിയാം. ാണ് വായിച്ചു നോക്കിയായിരുന്നോ? ഒക്കെയാണ്. അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് ഓടിപ്പോകാം. സ്പീഡ് കൂടുന്നുണ്ടോ അങ്ങനെ എടുത്തു പോകുന്നതിൽ? സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ് അല്ലേ, വലിയ കുഴപ്പമില്ലല്ലോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്താണ് സ്റ്റാഫ് നഴ്സ്. സ്റ്റാഫ് നഴ്സിന്റെ കാര്യം നോക്കാം. ഇറ്റ് ഈസ് ദ സ്റ്റാഫ് നഴ്സ് ഹു ഹാൻഡിൽസ് ദ ലാർജസ്റ്റ് സെഗ്മെന്റ് ഓഫ് ഹെൽത്ത് കെയർ വർക്ക്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ അല്ലെ, ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നഴ്സുമാരെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒരുപാട് നഴ്സുമാര് അവര് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് ആരായിട്ടായിരിക്കും? സ്റ്റാഫ് നഴ്സുമാരായിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത് അല്ലെ. ഏതൊരു വാർഡിലാണെങ്കിലും റൂമിലാണെങ്കിലും എവിടെ ചെന്നാലും അല്ലെ, കൺസൾട്ടന്റ് റൂമിലാണെങ്കിലും എവിടെ ചെന്നാലും നമുക്ക് ആരെ കാണാനായിട്ട് സാധിക്കും? ആരെ കാണാനായിട്ട് സാധിക്കുക? ആരെ കാണാൻ സാധിക്കും? നഴ്സുമാരെ കാണാൻ സാധിക്കും. അത് ഏത് തരത്തിലുള്ള നഴ്സുമാരായിരിക്കും? സ്റ്റാഫ് നഴ്സുമാരായിരിക്കും കൂടുതലും കാണാം അല്ലെ. സ്റ്റാഫ് നഴ്സുമാരായിരിക്കും കൂടുതൽ ഉണ്ടാവുക. കാരണം നമുക്കറിയാം അവരാണ് ഏത് കൂടുതൽ സേവനം ആ ഹോസ്പിറ്റലിന് ലഭ്യമാക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം, അതുകൊണ്ടാണ് പറയുന്നത് ലാർജസ്റ്റ് സെഗ്മെന്റ് അല്ലെ, ഒരു ഭൂരിഭാഗം, ഒരു നല്ലൊരു വിഭാഗം നമ്മളുടെ ഹെൽത്ത് കെയറിൽ ഉള്ള ടീമിലെ ഏറ്റവും കൂടുതൽ നല്ലൊരു വിഭാഗം ഉള്ളത് എന്താണ്? സ്റ്റാഫ് നഴ്സുമാരാണ്. The staff nurse must have a bachelor degree or diploma from recognized nursing program. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള നഴ്സിംഗ് ഫേമിൽ നിന്നുള്ള ഒരു ബാച്ചിലർ ഡിഗ്രി ഉള്ളവരാണ് നമ്മൾ നഴ്സുമാരായിട്ട്, സ്റ്റാഫ് നഴ്സുമാരായിട്ട് അവിടെ ജോലി ചെയ്യാനായിട്ട് അർഹതയുള്ളത്. Then the spend of a lot of their time providing direct patient care. അതായത് കൂടുതൽ സമയം പേഷ്യന്റ് ആയിട്ട് ഡയറക്റ്റ് കെയർ അല്ലെ, അവർക്ക് സേവനങ്ങൾ ലഭ്യമാക്കി കൊടുക്കുന്നത് ആര് തന്നെയാണ്? നമ്മുടെ സ്റ്റാഫ് നഴ്സുമാരാണ്. സ്റ്റാഫ് നഴ്സ് കണ്ടിന്യൂസ്ലി ഒബ്സർവ്, മോണിറ്റർ ആൻഡ് അസസ് ദ പ്രോഗ്രസ് ഓഫ് ഈച്ച് പേഷ്യന്റ്. അതായത് അവര് നമുക്കറിയാം അല്ലെ, സൂപ്പർവൈസറോ അല്ലെങ്കിൽ സൂപ്രണ്ടന്റോ ഡയറക്ടറോ ആയിരിക്കില്ല പേഷ്യന്റ് ആയിട്ട് കൂടുതൽ ഡീലിങ്സ് വരിക അല്ലെ. അവരെ ഏൽപ്പിച്ചിരിക്കുന്ന പേഷ്യന്റിന്റേതായ ഉത്തരവാദിത്തങ്ങളെല്ലാം സ്റ്റാഫ് നഴ്സുമാരായിരിക്കും ഡീൽ ചെയ്യുക. അവർ ഡയറക്റ്റ് ആയിട്ട് തന്നെ അല്ലെ അവരെ ഒബ്സർവ് ചെയ്യുക, നിരീക്ഷിക്കുകയും അവരുടെ മോണിറ്റർ ചെയ്യുക അല്ലെ. അത് വ്യക്തമായിട്ട് തന്നെ എന്താണ് എന്തെങ്കിലുമൊക്കെ വിലയിരുത്തേണ്ടതുണ്ടെങ്കിൽ അല്ലെ, ചെക്ക് ചെയ്യേണ്ടതൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒബ്സർവ് ചെയ്യുകയും അതേമാതിരി തന്നെ വിലയിരുത്തുകയൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ പുരോഗതി അല്ലെ, രോഗങ്ങൾ നമുക്കറിയാം മെഡിസിൻസ് ഒക്കെ കൊടുത്തിട്ട് അത് ഇച്ചിരി കൂടി പോസിറ്റീവ് ആയിട്ടുള്ള റിട്ടേൺ കിട്ടുന്നുണ്ടോ, റിസൾട്ട് കിട്ടുന്നുണ്ടോ, മെഡിസിൻ ഒക്കെ അവരുടെ ശരീരം അക്സെപ്റ്റബിൾ ആക്കുന്നു അല്ലെ, സ്വീകരിക്കുന്നുണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് വിലയിരുത്തുന്നതെല്ലാം തന്നെ സ്റ്റാഫ് നഴ്സുമാരാണ്. If there is a sudden change in any patient's condition, nurse takes appropriate action such as medication or calling the doctor.
നമുക്കറിയാം പേഷ്യന്റിനെ ഇങ്ങനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെ, പേഷ്യന്റിനെ ഇങ്ങനെ നമുക്കറിയാം ഓരോ പേഷ്യന്റിനെ നഴ്സുമാർ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കും, അവർ മെഡിസിൻ കൊടുക്കും, എന്തെങ്കിലും ചെക്കപ്പോ അല്ലെങ്കിൽ HP നോക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലെ, നമുക്കറിയാം ടെസ്റ്റിന് വിധേയമാക്കിയിട്ട് റിസൾട്ട് ഒക്കെ ഡോക്ടറെ കാണിക്കുകയോ അതിനിടയ്ക്ക് നമ്മൾ പ്രഷറൊക്കെ വെരിഫിക്കേഷൻ ഒക്കെ നടത്തുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും അല്ലെ പെട്ടെന്ന് എന്തെങ്കിലും പെട്ടെന്ന് അർജൻസി ആയിട്ടുള്ള എന്തെങ്കിലും സംതിങ്സ് അല്ലെ പേഷ്യന്റിന്റെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ആ സമയത്ത് തന്നെ അവര് ആക്ഷൻ എടുക്കണം അല്ലെ. അത് അവര് മസ്റ്റായിട്ടും ആദ്യം തന്നെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടതനുസരിച്ചിട്ട് തന്നെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനായിട്ട് തയ്യാറാവുകയും വേണം. ദെൻ കോളിംഗ് ദ ഡോക്ടർ. അങ്ങനെ എന്തെങ്കിലും ക്രിട്ടിക്കൽ സ്റ്റേജുകൾ അവരുടെ കണ്ണിൽ അല്ലെങ്കിൽ ശ്രദ്ധയിൽ പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ ഡോക്ടറിനെ ഇൻഫോം ചെയ്യുകയും വേണം. ഓക്കെ, അതാണ് പ്രധാനമായിട്ട് സ്റ്റാഫ് നഴ്സിനെ കുറിച്ചിട്ട് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ. പൊതുവെ പേഷ്യന്റിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് സ്റ്റാഫ് നഴ്സുമാരാണ്. പേഷ്യന്റിന് എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് എന്തെങ്കിലും അർജൻസി കേസുകൾ വരുമ്പോൾ ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടും കൊടുക്കുന്നതോടൊപ്പം തന്നെ ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്ത് എന്തെങ്കിലുമൊക്കെ നമുക്കറിയാം ആ സമയാസമയങ്ങളിൽ തന്നെ എന്തെങ്കിലുമൊക്കെ മെഡിസിൻസ് ഒക്കെ ഇഞ്ചെക്ട് ചെയ്യാനും കൊടുക്കാനൊക്കെ ഡോക്ടർ അല്ലെ ഇവിടെ ഇല്ല എങ്കിൽ അവരുടെ സാമീപ്യം ഇല്ല എങ്കിൽ കൂടി ഇവരോട് നിർദ്ദേശിക്കും അല്ലെ. അപ്പൊ അതനുസരിച്ചിട്ട് തന്നെയുള്ള ആക്ഷൻ നടപടികളെല്ലാം ചെയ്യേണ്ടത് സ്റ്റാഫ് നഴ്സുമാർ തന്നെയാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഒക്കെയാണ്. പോയിന്റ്സ് കൂടി ജസ്റ്റ് തുടങ്ങിക്കോട്ടെ, കുറച്ച് ഭാഗമേ ഉള്ളൂ. അടുത്തതില് നെക്സ്റ്റ് എടുത്താൽ മതിയോ? കുറച്ച് പോയിന്റ് എടുക്കാം അല്ലെ, സമയം വെറുതെ കളയണ്ടല്ലേ. ഓക്കെ, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് അവരുമായിട്ട് സ്റ്റാഫ് നഴ്സുമാരുടെ ചുമതലകൾ എന്താന്ന് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് എസ്റ്റാബ്ലിഷ് പേഴ്സണൽ റിലേഷൻ വിത്ത് പേഷ്യന്റ്. നമുക്കറിയാം പേഷ്യന്റ് ആയിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് അല്ലെ, നല്ലൊരു ബന്ധം അത് സ്ഥാപിക്കുന്നത് നമ്മുടെ സ്റ്റാഫ് നഴ്സുമാരാണ്. കാരണം അവരായിട്ടാണ് ഡയറക്റ്റ് കോണ്ടാക്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ പേഴ്സണൽ റിലേഷൻ, ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കുന്നുണ്ട് ആര് സ്റ്റാഫ് നഴ്സുമാരായിട്ട് ഓരോ പേഷ്യന്റ്. നമുക്കറിയാം ചില കുട്ടികളൊക്കെ ആണെങ്കിൽ അവര് എന്താ പറയുന്ന ചിലപ്പോഴൊക്കെ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്തൊക്കെ പോരുമ്പോൾ അവർക്ക് ഗിഫ്റ്റ് വരെയൊക്കെ കൊടുത്തിട്ടാ പോരാ. കാരണം അവർ അത്രയും അറ്റാച്ച്ഡ് ആയിരിക്കും അല്ലെ. അങ്ങനെയൊക്കെ ഉള്ള ഉണ്ടാവില്ലേ? ഉണ്ടാവോ? അങ്ങനെയൊക്കെ ഉണ്ടാവോ? അതൊക്കെ വെറുതെ പറയുന്നതാണെന്നാണ് അല്ല അല്ലെ, അങ്ങനെയൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ നമുക്കറിയാം അത്രയും ക്ലോസ് ആയിട്ട് പേഷ്യന്റ് ആയിട്ട് ഡീല് ചെയ്യുന്നത് നമ്മുടെ നഴ്സുമാരാണ്. ചിലരൊക്കെ നല്ല രീതിയിൽ അങ്ങനെയൊക്കെ അല്ലെ സാറ്റിസ്ഫാക്ഷൻ, ഒരു തൃപ്തികരമായിട്ടുള്ള രീതിയിലൊക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ അറ്റാച്ച്മെന്റ് കാണിച്ചിട്ടാണ് പോവുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാം. എസ്റ്റാബ്ലിഷ് എ സിമ്പത്തറ്റിക് എൻവയൺമെന്റ് ബൈ പ്രൊവൈഡിങ് ഇമോഷണൽ then psychological spiritual support to patient, friends, families. നമുക്കറിയാം പേഷ്യന്റ് അല്ലെ ചിലപ്പോ ഭയങ്കര പെയിനൊക്കെ ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാവും. ചിലപ്പോ പെട്ടെന്ന് ഭയങ്കര എന്താ പറയുക ഇത് ഇന്നതാണ് രോഗമാണെന്ന് അറിയുമ്പോൾ ഉണ്ടാവുന്ന ഭയങ്കര ഉത്കണ്ഠാകുലരായിട്ടുള്ള കുറെ പേഷ്യൻസ് ഉണ്ടാവും. ചിലരൊക്കെ കൊച്ചുകുട്ടികളായിരിക്കും, ചിലരൊക്കെ ഭയങ്കര വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കളായിരിക്കും, ചിലപ്പോൾ സെൽഫായിട്ടൊന്നും കൈകാര്യം ചെയ്യാൻ പറ്റാത്ത പേഷ്യൻസ് ഒക്കെ ആയിരിക്കും. അപ്പൊ അവരുമായിട്ട് ഒരു സേവനം കൊടുക്കുമ്പോൾ അവരൊരു വൈകാരിക ബന്ധം അല്ലെ ഒരു സ്റ്റാഫ് നഴ്സുമാര് തമ്മിൽ ഉണ്ടായിരിക്കും അല്ലെ. നാച്ചുറലി നമുക്കറിയാവുന്നതാണ് അങ്ങനെ ഒരു വൈകാരിക ബന്ധം ഓരോ പേഷ്യന്റിനോടും കൂടി അല്ലെങ്കിൽ ഒരു നല്ല ഫ്രണ്ട്സിനെ പോലെ അല്ലെങ്കിൽ ഒരു ഫാമിലി മെമ്പറിനെ പോലെ ഒക്കെ ആയിരിക്കും ആ ഒരു പേഷ്യന്റുമായിട്ട് ഓരോ സ്റ്റാഫ് നഴ്സുമാരും ഡീല് ചെയ്യുന്നത് അല്ലെ. ഇതാണ് പറയുന്നത് എസ്റ്റാബ്ലിഷ് എ സിമ്പത്തറ്റിക് എൻവയൺമെന്റ് എന്ന് വെച്ചാൽ ഒരു സിമ്പതി കാണിക്കുന്ന രീതിയിൽ അല്ലെ. ചിലപ്പോൾ പെയിനും കാര്യങ്ങളൊക്കെ ആവുമ്പോൾ സാരില്ല പോക്കോളും, നമുക്ക് മെഡിസിൻസ് ഒക്കെ കഴിച്ചാൽ മാറിക്കോളും, അങ്ങനെയൊക്കെയുള്ള ഒരു റിയാക്ഷൻസ് നഴ്സുമാരൊക്കെ ഉണ്ടാവില്ലേ, അവരൊക്കെ പ്രകടിപ്പിക്കാറില്ലേ അങ്ങനെ ഒരു വൈകാരിക ബന്ധം പേഷ്യൻസിന് കൊടുക്കാറുണ്ടോ ഇല്ലേ? ഓക്കെ, അപ്പൊ അത് നമുക്കറിയാം നാച്ചുറലി അങ്ങനെയുള്ള കുറെ നഴ്സുമാരൊക്കെ ഉണ്ടല്ലേ. ചിലര് ഡ്യൂട്ടിയിൽ മാത്രം വ്യാപൃതമായിട്ട് പോകുന്നവരും ഉണ്ടാവാം. പക്ഷെ മോസ്റ്റ്ലി നമുക്കറിയാം നഴ്സിംഗ് ഫീൽഡിലുള്ളവർ തന്നെ എല്ലാവരും തന്നെ ഒരു സർവീസ് മൈൻഡോട് കൂടിയുള്ളവരായിരിക്കും. അങ്ങനെയുള്ളവരെയായിരിക്കും ഓരോ പേഷ്യൻസും അല്ലെ ഇഷ്ടപ്പെടുക തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ സപ്പോർട്ടീവ് ആയിട്ട് ചിലപ്പോ ആണെങ്കിൽ ഒരു സൈക്കോളജിക്കൽ അല്ലെങ്കിൽ സ്പിരിച്വൽ അല്ലെ ഒരു മാനസികമായിട്ടോ അല്ലെങ്കിൽ ഒരു ആത്മീയമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഓരോ പേഷ്യന്റിന് കൊടുക്കും. നമുക്കറിയാം ചിലപ്പോൾ എന്തെങ്കിലും ഡയഗ്നോസിസ് അല്ലെ രോഗം നിറയെ നടത്തുമ്പോഴായിരിക്കും ക്യാൻസർ ആണെന്നറിയാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാരകമായ അസുഖമാണെന്നൊക്കെ അറിയാം അല്ലെ. അപ്പൊ അത് പെട്ടെന്ന് ഉൾക്കൊള്ളാനായിട്ട് ഓരോ പേഷ്യന്റിനും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല.
അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ഒരു നല്ലൊരു സപ്പോർട്ട് അത് നമുക്ക് മോസ്റ്റ്ലി നമുക്ക് ആരിൽ നിന്നാണ് കിട്ടുക, തീർച്ചയായിട്ടും നഴ്സുമാരുടെ കയ്യിൽ നിന്നാണ് ഓരോ പേഷ്യന്റിന് ലഭ്യമാകുക. അപ്പൊ അവര് ചിലപ്പോൾ ഫ്രണ്ട്സിനെ പോലെ അല്ലെങ്കിൽ ഫാമിലി മെമ്പറിനെ പോലെയുള്ള ഒരു ബന്ധം അവർ തമ്മിൽ സ്ഥാപിക്കുമെന്നുള്ളതാണ്. Then എന്താണ് സ്ലോ പേഷ്യൻസ് പ്രോബ്ലംസ്, മെയിൻറ്റെയിൻ സേഫ് ആൻഡ് ക്ലീൻ വർക്കിംഗ് എൻവയൺമെന്റ്. അപ്പൊ എന്താണ് പേഷ്യന്റിന്റെ പ്രോബ്ലംസ് ഒക്കെ എല്ലാം തന്നെ സോൾവ് ചെയ്യുകയും അതേമാതിരി തന്നെ ഒരു സുരക്ഷ അല്ലെങ്കിൽ നല്ലൊരു എന്താണ് നല്ല എൻവയൺമെന്റ് എന്ന് വെച്ചാൽ നല്ലൊരു അന്തരീക്ഷം അല്ലെ. ഒരു പേഷ്യന്റിന്റേതായിട്ടുള്ള പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് എന്താ പറയാ എന്താണ് അസുഖം അതിനോട് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാകും. ചിലപ്പോൾ അവരുടെ എല്ലാം കൊണ്ടും ചിലപ്പോൾ അവരെന്താ പറയാ നേരത്തിന് കഴിക്കാനോ നേരത്തിന് മെഡിസിൻ കഴിക്കാനോ എല്ലാം കൊണ്ടും അവർ ഒരു വിയോജിപ്പ് പ്രകടിപ്പിക്കാനൊക്കെ ആയിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ. അപ്പൊ അവർ ഓരോരോ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്ത് അവർക്ക് ഒരു സുരക്ഷിതത്വം നല്ലൊരു അല്ലെങ്കിൽ അവിടെ ഒരു വർക്കിംഗ് അല്ലെ ആ ഒരു അന്തരീക്ഷത്തോട് പൊരുത്തപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നതും ആര് തന്നെയാണ്? നമ്മുടെ സ്റ്റാഫ് നഴ്സുമാർ തന്നെയാണ്. ഓക്കെ അല്ലേ? ക്ലിയർ ആവുന്നില്ലേ? ഓക്കെയാണോ? ഓക്കെ, ഞാൻ എല്ലാ പോയിന്റും ഒന്നിച്ച് വാരി വലിച്ചെടുക്കുന്നില്ല, ഞാൻ 3 പോയിന്റ് വെച്ച് നിർത്തുകയാണ്. തന്നെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. നമ്മുടെ വരെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ടെസ്റ്റ് വായിച്ചു നോക്കാം. നഴ്സിംഗ് ഹൈറാർക്കിയിൽ നിന്ന് മിക്കപ്പോഴും ക്വസ്റ്റ്യൻസ് കാണാറുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മളിതൊരു സ്പീഡിൽ പോയാൽ നിങ്ങളത് വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നിങ്ങൾ എന്നെ വായിച്ചു നോക്കിക്കോളാൻ ഇത്രയും സമയം തരുന്നത്. ഉള്ള സമയം നിങ്ങൾ വായിച്ചു നോക്കിക്കോ, കാരണം മിക്കപ്പോഴും ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അത് ഏത് പോയിന്റ് ആണെങ്കിലും ചോദിക്കാട്ടോ. അതിങ്ങനെ പോയിന്റ് എടുത്തിട്ട് മിക്കപ്പോഴും കാണാറുണ്ട്. ഏത് പോയിന്റ് ആണെങ്കിലും എടുത്തിട്ട് ഹൂ എന്നുള്ള ഒരു റെപ്രസെന്റ് മാത്രം ചെയ്താൽ മതി. ഓപ്ഷനിൽ നമുക്ക് എല്ലാവരും കാണാം. നേഴ്സിംഗ് സൂപ്രണ്ടന്റ് ഉണ്ടാവും, എന്താണ് ഡയറക്ടർ ഉണ്ടാവും, ഇൻചാർജുള്ള നേഴ്സ് ഉണ്ടാവും. അപ്പൊ കറക്റ്റ് റെസ്പോൺസിബിലിറ്റി ആരെയാണ് ഏകദേശം നിങ്ങൾക്ക് ഒരു ധാരണയായിട്ടുണ്ടാവും. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇൻചാർജ് ഉള്ള നേഴ്സിന്റെ ഡ്യൂട്ടി എന്താണ്, സൂപ്പർവൈസറിന്റെ ഡ്യൂട്ടി എന്താണ് അല്ലെ. അത്യാവശ്യം നിങ്ങൾക്ക് ഓക്കെ അല്ലേ? ക്ലിയർ ആയില്ലേ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഓക്കെയാണോ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു. Thank you, miss. Thank you. Thank you, miss.